Hi dears, welcome back to our channel. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ചെയ്യുന്നത് നല്ല തിളക്കമുള്ള ക്രിസ്റ്റൽസ് വെച്ചിട്ടുള്ള ഒരു കമ്മലാണ്. അതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് ഫിഷും വയർ, പിന്നെ ക്രിസ്റ്റൽസ് 3 കളർ എടുത്തിട്ടുണ്ട്. ഒരു യെല്ലോ കളർ ഗോൾഡൻ ഷെയ്ഡ് വരുന്ന പോലത്തെയുള്ളതാണ്, പിന്നെ റെഡ് കളർ, ബ്ലൂ കളർ. ഇത് 3 കളറും 4 mm സൈസ് വരുന്ന ക്രിസ്റ്റൽസ് ആണ്. പിന്നെ സീഡ് ബീഡ്സ് എടുത്തിട്ടുണ്ട്, റെഡ് കളർ തന്നെയാണ്. പിന്നെ ചെറിയ ക്രിസ്റ്റൽസ് ഉണ്ട്, അത് ഒരു 2 mm സൈസ് വരുന്ന റെഡ് കളർ തന്നെയാണ്. പിന്നെ ഇയർ ഹുക്ക്, കട്ടർ, സിസേഴ്സ്. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഫിഷിംഗ് വയർ എടുക്കുക, അതിലോട്ട് നമുക്ക് ഈ മുത്തുകൾ കോർക്കാം. ഫിഷിംഗ് വയറിന് പകരം കോട്ടൺ ത്രെഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം, ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം, അതൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ ആദ്യം തന്നെ ഈ ചെറിയ 2 mm സൈസ് വരുന്ന ഒരു ക്രിസ്റ്റൽ, പിന്നെ 4 mm സൈസുള്ള ഒരു ബ്ലൂ, പിന്നെ വീണ്ടും ചെറിയ ഒരു റെഡ് ക്രിസ്റ്റൽ കോർക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ 2 ബ്ലൂ കളർ ക്രിസ്റ്റൽസ് കോർക്കുന്നു. ഇത്രയും കോർത്ത് കഴിഞ്ഞാൽ നമുക്കിതെല്ലാം കൂടി ഈ ത്രെഡിൻ്റെ ഏറ്റവും നടുവിൽ കൊണ്ട് വെക്കാം. സെൻട്രൽ വെച്ച ശേഷം നമുക്ക് ക്രോസ് ആയിട്ട് കോർക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് ഇതിൻ്റെ കറക്റ്റ് നടുവിൽ കൊണ്ട് വെക്കാം. അതിനുശേഷം മറ്റേ ഭാഗത്ത്, അതായത് നമ്മളിപ്പോൾ 2 മുത്ത് കോർക്കാത്ത ഭാഗത്ത് നൂലുണ്ടല്ലോ, അതുകൊണ്ട് ഇപ്പോൾ കോർത്തിരിക്കുന്ന ഈ 2 ബ്ലൂ കളർ ക്രിസ്റ്റലിൻ്റെ ഉള്ളിൽ കൂടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് കോർത്തിട്ട്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളിലൂടെ നൂല് കോർക്കുന്ന പോലെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് കോർത്ത ശേഷം നന്നായി വലിച്ച് ടൈറ്റ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇതേപോലെ തന്നെ ഫസ്റ്റ് ഈ 2 mm സൈസ് വരുന്ന ചെറിയ ക്രിസ്റ്റൽ ഒരു ഭാഗത്ത് കോർക്കാം. അതിനുശേഷം നമ്മളിപ്പോൾ 2 മുത്താണ് കോർത്തിരിക്കുന്നത് ബ്ലൂ കളർ. അപ്പോൾ ഇപ്പോൾ കോർക്കുന്നത് 3 മുത്താണ്. അത് 1, വീണ്ടും അതിന് മുകളിൽ 2, പിന്നെ 3, ആ ഓർഡറിലാണ് അങ്ങനെ കൂടി പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ 3 മുത്ത് കോർക്കുമ്പോൾ ഒരു ബ്ലൂ, അതിൻ്റെ നടുവിൽ നമ്മുടെ ഈ യെല്ലോ കളർ ഒരു ക്രിസ്റ്റൽ, വീണ്ടും ഒരു ബ്ലൂ മുത്ത് കോർത്തു. അതിനുശേഷം മറ്റേ വയർ എടുത്തിട്ട് അതിലും നമ്മൾ ഒരു ചെറിയ റെഡ് കളർ ക്രിസ്റ്റൽ കോർക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം 2 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ കോർത്ത പോലെ തന്നെ ഇവിടെ ഈ 3 മുത്തിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ ക്രോസ് ആയിട്ട് കോർക്കുന്നത്. ഇപ്പോൾ വൈറ്റ് കളർ മുത്ത് മാത്രം യൂസ് ചെയ്തിട്ട് സെയിം പാറ്റേൺ നമ്മൾ നേരത്തെ ഒരു കമ്മൽ ചെയ്തിട്ടുണ്ട്. അതിലാകുമ്പോൾ ഒരേ കളർ മാത്രമാണ് മുഴുവനുമായിട്ട് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ 3 കളർ മിക്സ് ആയിട്ട് കോർക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ 1, പിന്നെ 2 എണ്ണം, പിന്നെ 3 എണ്ണം, പിന്നെ അടുത്ത് നമ്മൾ 4 എണ്ണം കോർക്കുന്നു. അപ്പോൾ 4 എണ്ണം കോർക്കുമ്പോൾ ഇതേപോലത്തെ 2 ഭാഗത്തും ബ്ലൂ വരുമ്പോൾ നടുവിൽ 2 യെല്ലോ വരുന്ന പോലെയാണ് കോർക്കുന്നത്. അപ്പോൾ ഇത്രയും 5 എണ്ണമാണ് ഞാൻ മാക്സിമം കോർക്കുന്നത്. വീണ്ടും ഈ സൈസ് കുറഞ്ഞ് വരുന്ന പോലെയാണ് ബാക്കി കോർക്കുന്നത്. അപ്പോൾ ഇവിടെ 5ന് പകരം 7 എണ്ണം വരെ വേണമെങ്കിലും കോർക്കും. അപ്പോൾ 7 എണ്ണം വരെ ആവുമ്പോൾ നടുവിൽ ഇവിടെ ഞാൻ ഒരു റെഡ് മുത്ത് മാത്രമാണ് വെക്കുന്നത്. 7 എണ്ണം ആവുമ്പോൾ നമുക്ക് വീണ്ടും നെക്സ്റ്റ് വരുന്നത് 7ൻ്റെയൊക്കെ നടുവിൽ 2 എണ്ണം വരുന്ന പോലെയൊക്കെ റെഡ് കളർ മുത്ത് കോർക്കാം. അപ്പോൾ ഓരോ പ്രാവശ്യം കോർക്കുമ്പോഴും 2 ഭാഗത്തും ഓരോ ചെറിയ 2 mm സൈസ് വരുന്ന ക്രിസ്റ്റൽ കോർക്കണം, റെഡ് കളറിലുള്ളത്. അതിനുശേഷം നമുക്ക് എത്ര മുത്താണോ അവിടെ വേണ്ടത് അത്രയും കോർക്കുക. ആ ഓർഡറിലാണ് ഈ കമ്മൽ മുഴുവൻ നമ്മൾ കോർക്കുന്നത്. നമ്മളിവിടെ എടുക്കുന്ന മുത്ത് കുറച്ച് വെയിറ്റ് ഉള്ളതാണെങ്കിൽ നമ്മൾ ആദ്യം കോർക്കുമ്പോൾ തന്നെ സ്റ്റാർട്ടിങ് മുതൽ തന്നെ കറക്റ്റായിട്ടത് സെറ്റായിട്ടിരിക്കും. ഇപ്പോൾ വെയ്റ്റ്ലെസ് ഉള്ള കുറച്ച് വെയിറ്റ് ഇല്ലാത്ത മുത്തുകളാണെങ്കിൽ നമ്മൾ ഈ 4ാമത്തെ 5ാമത്തെ ലെയറൊക്കെ കോർക്കുമ്പോൾ ഏറ്റവും താഴെയുള്ള മുത്തല്ല ഇങ്ങനെ മേലോട്ട് മടങ്ങി വരികയൊക്കെ ചെയ്യും. പക്ഷേ അതിലൊന്നും കാര്യമില്ല, നമ്മളിങ്ങനെ താഴെ വെച്ചിട്ട് തന്നെ 2 സൈഡിലോട്ടും വലിച്ച് ടൈറ്റ് ചെയ്താൽ മതി. നമ്മൾ ഏറ്റവും മുകളിൽ എത്തുമ്പോൾ കറക്റ്റായിട്ട് കോർത്ത് കഴിയുമ്പോഴേക്കും അത് കറക്റ്റ് സെറ്റായിട്ട് കറക്റ്റ് ഷേപ്പിൽ ഇരുന്നോളും. അതുകൊണ്ട് വെയിറ്റ് ഇല്ലാത്ത മുത്താണെങ്കിലും സ്റ്റാർട്ടിങ് തോന്നും എന്തെങ്കിലും നിൽക്കാത്തതെന്ന്, പക്ഷേ എല്ലാം കോർത്ത് കഴിയുമ്പോൾ അത് കറക്റ്റായി ഇരുന്നോളും. അപ്പോൾ നമ്മൾ ഇത്രയും കോർത്ത് കഴിഞ്ഞു. ഇപ്പോൾ ഏറ്റവും മുകളിൽ നമ്മളിവിടെ 4 മുത്ത് കോർത്തു. ഇനി 5ാമത്തെ സെറ്റ് കോർക്കുകയാണ്. 5ാമത്തെ ലെയർ കോർക്കുമ്പോൾ ഇതേപോലെ തന്നെ ഒരു ബ്ലൂ, പിന്നെ ഒരു യെല്ലോ, അത് കഴിഞ്ഞ് ഏറ്റവും നടുവിൽ ഒരു റെഡ്. ഓക്കെ, അപ്പോൾ മുമ്പിലുള്ളത് ഇതിന് മുമ്പിൽ 4 എണ്ണം കോർത്തപ്പോൾ 2 ബ്ലൂവും നടുവിൽ 2 യെല്ലോ ആയിരുന്നു. ഇപ്പോൾ ഇവിടെ നമ്മൾ കോർക്കുമ്പോൾ ബ്ലൂ, യെല്ലോ, റെഡ്, യെല്ലോ, ബ്ലൂ, ആ ഓർഡറിൽ 5 എണ്ണം കോർത്തു. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് കോർക്കുകയാണെങ്കിൽ 6 എണ്ണം ഇതുപോലെ കോർക്കുക, 2 റെഡ് നടുവിൽ വയ്ക്കാം. പിന്നെ 7ാമത്തേൻ്റെ ആകുമ്പോഴും ഒരു റെഡ് നടുവിൽ വയ്ക്കാം. അപ്പം നടുവിൽ ശരിക്കും ഡയമണ്ട് ഷേപ്പിൽ റെഡ് കളർ മാത്രമായിട്ടും വരും. അതിൻ്റെ തൊട്ട് ചുറ്റുമായിട്ട് ഈ ഗോൾഡൻ കളർ വരും, പിന്നെ ബ്ലൂ വരും. ആ ഒരു ഓർഡറിൽ 3 കളർ വരും. ഇവിടെ യെല്ലോ, ബ്ലൂ മാത്രമാണ് കറക്റ്റ് ഡയമണ്ട് ഷേപ്പിൽ വരുന്നത്. നടുവിൽ റെഡ് ഒരു മുത്തേ ഉള്ളൂ. അപ്പം നമ്മളിവിടെ 5 മുത്ത് കോർത്ത് കഴിഞ്ഞാൽ ഇതേ ഓർഡറിൽ മുകളിലോട്ടും കോർക്കാം. അപ്പം നെക്സ്റ്റ് നമ്മൾ 4ാമത്തെ ലെയർ കോർത്ത് പോലെ പിന്നെ 3 മുത്ത്, പിന്നെ 2 മുത്ത്, പിന്നെ 1 മുത്ത്, ആ ഓർഡറിൽ മുകളിൽ വരുന്ന പോലെ ഒരു മുത്ത്, ഒരു ബ്ലൂ കളർ മുത്ത് വരുന്ന വരെ നമ്മൾ കോർക്കണം. ഓരോ പ്രാവശ്യം കോർക്കുമ്പോഴും 2 ഭാഗത്തും, അത് 2 നൂലിലും ഓരോ 2 mm സൈസ് വരുന്ന ചെറിയ ക്രിസ്റ്റലും കോർക്കാം. അപ്പോൾ ഈ ചെറിയ ക്രിസ്റ്റലിന് പകരം സീഡ് ബീഡ്സ് വേണമെങ്കിലും കോർക്കാം. സീഡ് ബീഡ്സ് ആകുമ്പോൾ 2 എണ്ണോ 3 എണ്ണോ കോർക്കണം, അല്ലെങ്കിൽ അവിടെ നല്ല ഗ്യാപ്പ് വരും, നൂല് നന്നായിട്ട് കാണും. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ച് വലിയ ക്രിസ്റ്റൽ 2 mm സൈസൊക്കെ ആകുമ്പോൾ അവിടെ കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് ഇരുന്നോളും. അതുകൊണ്ട് കാണുമ്പോഴും ഒരു നീറ്റ് ലുക്ക് ഉണ്ടാവും ലാസ്റ്റ്.
സീഡ് ബീഡ്സ് ആകുമ്പോൾ നൂലൊക്കെ വേഗം കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് വലിയ സൈസുള്ള ക്രിസ്റ്റൽ ഇവിടെ സൈഡിൽ കോർത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ വൈറ്റ് കളർ മുത്ത് കോർത്തപ്പോൾ സാധാരണ 2mm സൈസ് വരുന്ന പോലെ തന്നെ ചെറിയ ഗോൾഡൻ കളർ മുത്തായിരുന്നു രണ്ട് ഭാഗത്തും കോർത്തിരുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ക്രിസ്റ്റൽസാണ് മുഴുവൻ എടുത്തിരിക്കുന്നത്. ഔട്ടർ ലെയറിൽ ബ്ലൂവും ഉൾഭാഗത്ത് വരുന്ന ലെയർ യെല്ലോ കളറും വരുന്ന പോലെയാണ് എടുത്തിരിക്കുന്നത്. നടുവിൽ മാത്രം റെഡ്. അപ്പോൾ ഈ ബ്ലൂവും യെല്ലോയിനും പകരം കളർ മിക്സ് ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ പ്ലെയിൻ കളറുമായിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ ഇത് മിക്സ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പല ഡ്രസ്സിന് മാച്ചായിട്ടും അങ്ങനെയും ഇടാം. അപ്പോൾ നമ്മളിത് മുഴുവൻ കോർത്ത് കഴിഞ്ഞാൽ ഈ താഴെ വെച്ചിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ ഉരുട്ടി കൊടുക്കണം. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഇത് കറക്റ്റ് ഷേപ്പിൽ കിട്ടും. അപ്പോൾ അല്ലെങ്കിൽ പൊങ്ങി താന്നൊക്കെ ഇരിക്കുന്നത് കെട്ടിടുന്നതിന് മുൻപ് തന്നെ താഴെ വെച്ചിട്ട് നന്നായിട്ട് വലിച്ച് കൈ കൊണ്ടുവന്ന് ഉരുട്ടി കൊടുക്കുക വിരൽ വെച്ചിട്ട്. അപ്പോൾ കറക്റ്റായിട്ട് സെറ്റാവും. അതിനുശേഷം നമ്മൾ സീഡ് ബീഡ്സാണ് കോർക്കുന്നത്. 6 സീഡ് ബീഡ്സ് ഞാനിവിടെ കോർക്കുന്നുണ്ട്. അത് റെഡ് കളർ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഔട്ടർ ലെയറിൽ നമ്മൾ റെഡ് കളർ ക്രിസ്റ്റൽ കോർത്ത കാരണമാണ് ഞാൻ മുകളിലും ഈ റെഡ് കളർ സീഡ് ബീഡ്സ് തന്നെ എടുത്തിരിക്കുന്നത്. അപ്പോൾ 6 കോർത്ത ശേഷം ഈ 2 നൂലും കൂടി നമുക്കൊരു 2 കെട്ടിട്ട് ടൈറ്റ് ചെയ്യാം. ഈ കമ്മൽ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒരെണ്ണം കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് നെക്ലസിൻ്റെ ലോക്കറ്റായിട്ടും ഇതേപോലെ ഉണ്ടാക്കി യൂസ് ചെയ്യാം. ലോക്കറ്റിന് ശേഷം ഇതുപോലെ ലോക്കറ്റ് ഉണ്ടാക്കിയിട്ട് 2 ഭാഗത്തേക്കും ക്രിസ്റ്റൽ വെച്ചിട്ട് കോർത്ത് മാലയാക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ കമ്മലിൻ്റെ പരിപാടി ഇവിടെ അവസാനിക്കാറായി. അപ്പോൾ കെട്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ നൂല് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത ശേഷം അവിടെ ഒന്ന് ഫ്ലെയിമിൽ കാണിച്ച് ഉരുക്കണം. അല്ലെങ്കിൽ ഇത് ഫിഷും വയർ ആയതുകൊണ്ട് തന്നെ ഊരി വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഫിഷും വയറിന് പകരം കോട്ടൺ ത്രെഡൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റ് കെട്ടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് വിട്ടുവരാതെ നിന്നോളും. അപ്പോൾ നമ്മളിവിടെ ഫ്ലെയിമിൽ കാണിച്ച് ഉരുക്കി എല്ലാം സെറ്റാക്കി ഇനി ഇയർ ഹൂക്ക് എടുക്കുക. അതിന് ലൂപ്പ് ഒന്ന് അകത്തിയ ശേഷം നമ്മൾ ഈ സീഡ് ബീഡ്സ് കോർത്തതിൻ്റെ നടുവിലായിട്ട് കോർക്കാം. 6 സീഡ് ബീഡ്സ് ഉണ്ട്. അപ്പോൾ 2 ഭാഗത്ത് 3 മുത്ത് വരുന്ന പോലെ കണക്കാക്കിയിട്ട് നടുവിൽ തന്നെ ഇയർ ഹൂക്ക് കോർക്കാം. കോർത്ത ശേഷം ഈ ലൂപ്പ് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കമ്മൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.